ഉമാ തോമസ് എംഎൽഎയുടെ അപകടത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്തു. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. അതേസമയം സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അർച്ചനയുണ്ട്. അർച്ചന, ഇപ്പോൾ എങ്ങനെയാണ് എംഎൽഎയുടെ സ്ഥിതിയുള്ളത്? ആശുപത്രി നൽകുന്ന വിവരം എങ്ങനെ? ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഒരു ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാം തന്നെ. 24 മണിക്കൂർ ഒബ്സർവേഷനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് 10:30 ഒരു ബുള്ളറ്റിൻ കൂടി, മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി വരാനുണ്ട്. അതിലായിരിക്കും ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വ്യക്തമായ ഒരു കാര്യം പുറത്തു വരിക. എന്തായാലും നിലവിൽ ഈ പ്രത്യേക സംഘത്തിൽ, അതായത് ഇന്നലെ കോട്ടയത്ത് നിന്നും എറണാകുളത്ത് നിന്നും എത്തിയ 5 അംഗ സംഘം, വിദഗ്ധ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഉമാ തോമസ് തുടരുന്നത്. ICUവിൽ തന്നെയാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തിൽ ICUവിൽ തന്നെ. വെന്റിലേറ്ററിൻ്റെ സഹായം മാറ്റാനായിട്ടില്ല എന്നാണ് ഇന്നലെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ഗുരുതരമായി തന്നെ തുടരുകയാണ്. തലച്ചോറിനും അതുപോലെ വാരിയലിനും ശ്വാസകോശത്തിനും ഏറ്റ പരിക്കാണ് ആശങ്കയായി തുടരുന്നത്. ഇത് സംബന്ധിച്ച വിദഗ്ധ ചികിത്സയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നതനുസരിച്ച് 24 മണിക്കൂർ ഒബ്സർവേഷനാണ്. പതിയെ ഇതിൽ നിന്നും റിക്കവറായി വരികയുള്ളൂ എന്ന് ഇന്നലെ തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതാണ്. മാത്രമല്ല ഇന്നലെ 11 മണിയോടുകൂടിയാണ് കോട്ടയത്ത് നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം റിനെ മെഡിസിറ്റിയിൽ എത്തിയത്. അതിനുശേഷം ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിൽ ഈ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ ICUവിൽ എല്ലാ ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സ തന്നെയാണ് ഉമാ തോമസിന് നൽകുന്നത്. പ്രധാനമായും ഈ ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ട്. അത് പ്രധാനമായും വാരിയലുകൾ ഒടിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം തന്നെ പതിയെ റിക്കവർ ആവുകയുള്ളൂ എന്ന് ഇന്നലെ തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതാണ്. ഇന്നലെ ഏകദേശം 6:30 ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ 12,000 നൃത്തകർ അണിനിരക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി കലൂർ സ്റ്റേഡിയത്തിൽ എത്തിയതാണ്. അതിനിടെ ഈ VIP ഗ്യാലറിയിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നതും 20 അടി താഴ്ചയിൽ നിന്നും ഉമാ തോമസ് എംഎൽഎ നിലത്തേക്ക് പതിക്കുകയും ചെയ്യുന്നത്. അതിനിടെയാണ് ഈ കോൺക്രീറ്റിൽ തലയിടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ രക്തം വാർന്നൊഴുകുന്ന രീതിയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത്. ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് തീവ്രപരിചരണ 20 അടി മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. കോൺക്രീറ്റ് പാളിയിൽ തലയിടിച്ച് വീഴുന്നു. അപ്പോൾ തന്നെ രക്തം പുറത്തേക്ക് വരുന്നു. അതൊക്കെ ദൃശ്യങ്ങളിൽ സംഘാടകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതായത് ഈ സംഘാടനത്തിലുള്ള പിഴവ്, സ്റ്റേജ് നിർമ്മാണത്തിൽ ഒരു പ്രത്യേക സ്റ്റേജ് നിർമ്മിച്ചതാണ്. അതിൽ ഒരു ക്യൂ മാനേജർ മാത്രമാണ് ഒരു സുരക്ഷാ സംവിധാനം എന്ന് പറയാനുള്ളത്. അതൊരു സുരക്ഷാ സംവിധാനമായി പരിഗണിക്കാൻ കഴിയില്ല എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസ് ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടാവുക. തീർച്ചയായും ഈ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ അപാകത കണ്ടതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഘാടകർക്കെതിരെയാണ് കേസെടുത്തത്. പാലാരിവട്ടം പോലീസ് ഇന്നലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ തന്നെ ഇതിൽ ഈ അപാകത കാണുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന, ഇത്രയും ജനപ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്ന ഒരു ഒരു താൽക്കാലികമായ VIP ഗ്യാലറി മാത്രമാണ്. ഇതിൽ കാര്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയില്ല എന്നത് ഇന്നലെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ സംഘാടകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വലിയ രീതിയിലൊരു വീഴ്ച അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വേണം പറയാൻ. കാരണം അത്തരത്തിലാണ് ഈ VIP ഗ്യാലറിയുടെ നിർമ്മാണം നടത്തിയിരുന്നത്. മാത്രമല്ല ഈ ഉമാ തോമസ് MLA ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിനൊരു കൈവരി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു കമ്പി വേലി കൊണ്ട് നിർമ്മിച്ച ഒരു കൈവരി മാത്രം. അവിടെ പിടിക്കുമ്പോഴാണ് ഉമാ തോമസും ആ കൈവരിയും കൂടെ താഴേക്ക് പതിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ കോൺക്രീറ്റിൽ തലയിടിക്കുകയായിരുന്നു. അത്തരത്തിൽ ഗുരുതരമായൊരു വീഴ്ച ഈ സംഘാടകർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ്, അതിൽ ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഏറ്റവും നിർണായകം ഈ 10:30 വരുന്ന മെഡിക്കൽ ബുള്ളറ്റിലായിരിക്കും. അതിലായിരിക്കും ഈ നിലവിലെ എന്താണ് ആരോഗ്യസ്ഥിതി എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഈ 5 അംഗ സംഘം ഇന്നലെ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തി തുടർ ചികിത്സാ കാര്യങ്ങളും നടപടികളും എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന കാര്യങ്ങളടക്കം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു അടിയന്തരമായ എമർജൻസി ഓപ്പറേഷൻ ഒന്നും ആവശ്യമില്ല എന്നാണ് ഇന്നലെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ഒബ്സർവേഷൻ, അതിൽ നിന്നും പതിയെ റിക്കവറായി വരികയുള്ളൂ. അതിനുള്ളൊരു കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തായാലും ഇന്ന് പ്രധാനമായും തലച്ചോറിനും ശ്വാസകോശത്തിനും ഏറ്റ പരിക്കാണ് ഇപ്പോൾ ഗുരുതര നിലയിലുള്ളത്. വെന്റിലേറ്ററിൽ തുടരുന്നു. പക്ഷേ അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. 24 മണിക്കൂറിന്റെ നിരീക്ഷണത്തിന് ശേഷം മതി അത് എന്ന നിലയ്ക്കാണ് ആശുപത്രിയിൽ നിന്ന് പറയുന്നത്. എങ്ങനെയാണ് ശ്വാസകോശത്തിൽ അപകടമുണ്ടായത്?
അപകടമുണ്ടായത്? ശ്വാസകോശത്തിന് പരിക്കേൽക്കുന്നത് എങ്ങനെയാണ്? വാരിയല് ഇടിച്ചാണ് അപകടമുണ്ടായത് എന്ന വിവരങ്ങളൊക്കെ ആശുപത്രി പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ഈ 20 അടി താഴ്ചയിലേക്കാണ് ഉമാ തോമസ് MLA നിലത്തേക്ക് പതിക്കുന്നത്. ഈ വീഴ്ചയിലാണ് ഇത്തരമൊരു ആഘാതം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഈ വാരിയലുകൾ പൊട്ടുകയും തുടർന്ന് ശ്വാസകോശത്തിലടക്കം ഈ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തത്. ഇന്നലെ തന്നെ പലയിടങ്ങളിലായി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അവയവങ്ങളിലായി രക്തം കട്ടപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം പതിയെ റിക്കവറായി വരികയുള്ളൂ എന്നാണ് ഇന്നലെ തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല ഈ തലച്ചോറിനും വലിയ രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ ആശങ്കയായി തുടരുന്നത്. വാരിയലിനും ശ്വാസകോശത്തിനും ഒപ്പം തലച്ചോറിനും ഈ 3 ഇടങ്ങളിലാണ് ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റത്. മറ്റ് കാലുകൾക്കോ കൈകൾക്കോ അത്തരത്തിൽ യാതൊരു പരിക്കുകളും ഇല്ലെന്നും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് പ്രധാനമായും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതി എത്തിക്കാൻ കാരണം. ഈ ഗുരുതരമായ പരിക്കുകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സ നൽകുന്നത്. അതുതന്നെയാണ് ഇന്നലെ എത്തിയ മെഡിക്കൽ സംഘം വിലയിരുത്തുകയും ചെയ്തത്. അത്തരത്തിൽ ഈ തലക്കേറ്റ ക്ഷതവും അതുപോലെ ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും വാരിയലിനേറ്റ ഒടിവും ഇതെല്ലാം തന്നെ ഇനി 24 മണിക്കൂറിലധികം വേണ്ട ഒരു പരിചരണ സമയമാണ്. അപ്പോൾ ആ സമയത്തിന് ശേഷമായിരിക്കും എന്താണ് ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതി എന്ന കാര്യത്തിൽ വിലയിരുത്തപ്പെടുക. എന്തായാലും നിലവിൽ 10:30 ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വരാനുണ്ട്. അതിലായിരിക്കും എന്തായാലും ഏറ്റവും നിർണായകമായ, അതായത് ഇതുവരെയുള്ള ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായക കാര്യം. ഇനി ഇപ്പോഴെന്തായാലും ICUവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയാണ്. അതെ, ഉമാ തോമസ് MLAയുടെ നില ആ നിലയ്ക്ക് തന്നെ തുടരുകയാണ്. ആശുപത്രിയിൽ നിന്ന് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റെന്തെങ്കിലും ഇൻ്റർവെൻഷനോ ശസ്ത്രക്രിയയോ മതി എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയ്ക്ക് സംഘാടകർക്കെതിരെ കേസെടുത്തുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 2 സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് കയറുന്നു. ആ സ്റ്റേജിൽ 2 നിരയായി കസേര നിരത്തിയിട്ടുണ്ട്. അതിന് തൊട്ട് ചെറിയ ഒരു സ്പേസ് മാത്രമാണുള്ളത്. അത് കഴിഞ്ഞൊരു ക്യൂ മാനേജർ കൊണ്ട് മാത്രം അതൊരു സുരക്ഷയായി കണക്കാക്കാൻ കഴിയില്ല. അതിൽ ഒരു ബലത്തിന് പിടിക്കുകയും ഉമാ തോമസ് MLA അതോടുകൂടി ക്യൂ മാനേജറോടുകൂടി നിലത്തേക്ക് പതിക്കുകയുമാണ്, 1-ാം നിലയുടെ താഴേക്ക് പതിക്കുകയുമാണ് ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ ആശങ്ക ഒഴിയും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. അർച്ചന കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.